ഏതൊക്കെയാണ് ആ കേസുകളെന്ന് നമുക്ക് നോക്കാം. കേസ് നമ്പർ 1, ആദ്യത്തെ കേസിലെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ് എന്നാണ്. അപ്പം നമ്മൾ കാര്യം മനസ്സിലാക്കണം, Q1 Q2 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവും ആകാം, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ആകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ ആദ്യത്തെ കേസ് പറയുന്നത് രണ്ട് ലൈക്ക്ഡ് ചാർജസിനെ പറ്റിയിട്ടാണ്, അതായത് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ രണ്ടും പോസിറ്റീവാണ്, അതാണ് +Q1 +Q2 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R, ഇതാണ് R. ഓക്കെ, ഇതാണ് R. ഇത് F21, ഇത് F12. ഈ F21ഉം F12 എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അത് പറഞ്ഞു തരാം. അതായത് Q2വിന് Q1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് F21, Q2വിന് Q1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് F21. ഓക്കെ, ഇനി Q1ന് Q2 കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് F12. മനസ്സിലാവുന്നുണ്ടോ? Q2ന് Q1 കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് F21, Q1 കാരണം Q2ന് ഉണ്ടാകുന്ന ഫോഴ്സാണ് F12. ഇത് തമ്മിൽ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, അതായത് ഇത് ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഇതിൻ്റെയും ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് പറയാം. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, അതായത് ഇതിൻ്റെ ഇതുണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് R ആണ്, ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ഇത് R12 ആണ്, ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, Q1 കാരണം Q2വിനുണ്ടാകുന്ന ഫോഴ്സാണ് F12, അത് കാരണം ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് R12, അതിങ്ങോട്ടാണ് പോകുന്നത്. Q2 കാരണം Q1 ഉണ്ടാകുന്ന ഫോഴ്സാണ് F21, അത് അങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ യൂണിറ്റ് വെക്ടറായിട്ടുള്ള ഈ ഡിസ്റ്റൻസ് R21 Q2വിൽ നിന്ന് Q1ലേക്ക് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഇങ്ങോട്ടേക്കാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. പക്ഷേ ഇത് ലൈക്ക്ഡ് ചാർജസിൻ്റെ കേസിൽ നമ്മൾ ഫോഴ്സുകളെ പറ്റിയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണെന്നറിയോ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ 1/4πε0 എന്നായിരിക്കില്ല, K എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, F21 = K, അല്ലെങ്കിൽ 1/4πε0 × Q1 Q2/R² × R12 ക്യാപ്പ്. R12 ക്യാപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? F21, അതായത് ഈ Q2 കാരണം Q1 ഉണ്ടായ ഫോഴ്സിൻ്റെ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മനസ്സിലായോ? അതേപോലെ തന്നെയാണ് F12 എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ, ഈ R21 ക്യാപ്പ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടറാണ് എലോങ് ദി ഡയറക്ഷൻ +Q2 ചാർജ് ടു +Q1 ചാർജ്. ഇത് നമ്മൾ ഫസ്റ്റ് കേസാണ്, രണ്ട് ലൈക്ക്ഡ് ചാർജസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല, എന്നാലും ഒന്ന് കേട്ട് നോക്കാം.